മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ ഐതിഹാസികമായ ഹിജറ യാത്രയുടെ പര്യവസാനം കുറിച്ച മസ്ജിദ് ഖുബായിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. പരിശുദ്ധ റമദാൻ 29 കടന്നിരിക്കുകയാണ്. സൗദി അറേബ്യയുടെയും അതുപോലെ GCCയുടെ പല ഭാഗങ്ങളിൽ നിന്നും മദീനയിലേക്ക് അനുസ്യൂതമായ പ്രവാഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മസ്ജിദിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയിട്ടുണ്ട്. ആ പ്രവാചക വചനങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. ഒരു നോമ്പ് തുറ മദീനയിൽ നിർവഹിക്കണമെന്ന ആഗ്രഹത്തോടെയും ഒപ്പം മദീനയിൽ പെരുന്നാൾ നമസ്കരിക്കണമെന്ന ആഗ്രഹത്തോടെയുമാണ് പലരും മദീനയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഖുബാ മസ്ജിദിലെത്തിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ. മദീനയിലെത്തിയ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് നിർമ്മിച്ച മസ്ജിദ് ഖുബാ, പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഈ മസ്ജിദിൽ ഇന്ന് വിശാലമായ സൗകര്യങ്ങളാണ് തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. മസ്ജിദ് ഖുബായിൽ നിന്നും സൈനുദ്ദീൻ ആരിഫ്, മൊഗ്രാൽ ന്യൂസ്.